ഉല്ലാസ്, വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കൂ. കെ ഡി പ്രസേനൻ വളരെ ശക്തമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു, ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇടതുമുന്നണിക്ക് വോട്ട് രേഖപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് വോട്ട് രേഖപ്പെടുത്താനാണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കേരളം വിട്ടാൽ ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് ആലത്തൂർ പോലൊരു മണ്ഡലത്തിൽ BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് എന്നാണ്. ഡോക്ടർ അരുൺകുമാറിന്റെ പക്ഷവും പക്ഷപാതവും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് നിങ്ങളോട് സ്നേഹമുള്ള ഒരു വിഭാഗം പറഞ്ഞു നമുക്ക് ടെൻഷൻ അടിക്കേണ്ട, അരുൺജി വിൽ മാനേജ്. ഞാൻ അതിൽ ടെൻഷൻ ആവുന്നില്ല. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആ ഡെമോക്രസി എന്നൊക്കെ അരുൺകുമാർജി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരാളാണ്. ജനാധിപത്യത്തിന്റെ മൂല്യത്തിന് വേണ്ടി അങ്ങനെ ഗംഭീരമാകുന്ന ആളാണ്. അങ്ങയുടെ മനസ്സിൽ നിന്ന്, അങ്ങയുടെ നാവിൽ നിന്ന് ആലത്തൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് BJP എന്തിന് അല്ലെങ്കിൽ NDA എന്തിന് മത്സരിക്കുന്നു എന്ന് ചോദിച്ചത് തന്നെ അങ്ങയുടെ ഭാഗത്ത് നിന്ന് വന്നൊരു വീഴ്ചയാണ്. അത് തിരുത്തണം. പറഞ്ഞോളൂ. 2, NDA, ഞാൻ മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന് പറഞ്ഞ മുദ്രാവാക്യവുമായിട്ട് ഞങ്ങൾ കേരളത്തിൽ സൗണ്ട് കേൾക്കില്ല, പുറത്ത് കേൾക്കില്ല, ഉല്ലാസിന്റെ ശബ്ദം മാത്രമേ പുറത്ത് കേൾക്കൂ. ഞങ്ങൾ മത്സരിക്കുമ്പോ 4 സീറ്റിന് വേണ്ടി ഇടതുപക്ഷവും 40 സീറ്റിന് വേണ്ടി മൂപ്പരും 400 സീറ്റിന് വേണ്ടി ഇന്ത്യയിൽ ഞങ്ങളും മത്സരിക്കും. ഒരു സംശയം വേണ്ട. ആ മത്സരത്തിൽ ഞങ്ങൾ ജയിക്കും. 2, ആലത്തൂരിന്റെ കഥ പറഞ്ഞല്ലോ, പാട്ടും പാടി ജയിച്ചു എന്ന് ഇൻട്രോ പറഞ്ഞില്ലേ, ഈ ആലത്തൂരിലെ കർഷകർ പാടാണ് സർ. ഇത് പാഠമല്ല, എന്റെ ഹൃദയമാണ്. കൃത്യമായി പറയാ, നെൽക്കതിരല്ല കരിയുന്ന പറസാരേമാണെന്ന് കർഷകൻ. എന്താണെന്ന് അറിയാമോ? കർഷകന് വേണ്ടി ഒരു ഗുണവും ചെയ്യാത്ത ഒരു MP രമ്യ ഹരിദാസ്. ആ മോഹത്തെ കരിച്ചു കളയുന്നത് നരേന്ദ്രമോദിയാണെന്നാണ് ഇടതുമുന്നണിയും കോൺഗ്രസും പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, നെല്ലിന്റെ താങ്ങുവില പാലക്കാട് സപ്ലൈകോ നെല്ല് പാലക്കാട് സപ്ലൈകോ നെല്ല് സംഭരിച്ചതിന് ശേഷം ഇവർക്ക് കൊടുത്ത പണം എത്രയാ? ഇവിടത്തെ കർഷകന് നിങ്ങളൊക്കെ പറമ്പിക്കുളം ആളിയാർ പ്രൊജക്ട് ഒരു തരി വെള്ളമില്ലാതെ ഈ ചിറ്റൂരാണ് സർ കത്തിച്ചു കളഞ്ഞത് കർഷകൻ നെല്ല്. അത് നരേന്ദ്രമോദിന്റെ കുറ്റ? നിങ്ങൾ എന്താ പറയണത്? വെള്ളം തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പ്രാപ്തിയില്ലാതെ 10-70 കൊല്ലം ഈ ജനതയെ നശിപ്പിച്ചിട്ട് അവൻ കഷ്ടപ്പെടുന്ന അവന്റെ നെല്ല് ഈ ഈർപ്പമുണ്ടോ നോക്കാനായിട്ട് ഇവര് വരും. അത് കഴിഞ്ഞ് ഒരു ലിസ്റ്റ് അങ്ങ് കൊടുക്കും. ആ ലിസ്റ്റും കൊണ്ട് തമിഴ്നാട്ടുകാർ വന്ന് 32 രൂപയും മേടിച്ച് നോക്കുകൂലിയും മേടിച്ച് സപ്ലൈക്കോ പോകുമ്പോ ഈ കർഷകന് പൈസ കൊടുക്കാത്തത് നിങ്ങൾ പാലക്കാട് സപ്ലൈക്കോട് ചോദിക്കുക. ചിറ്റൂരിനകത്തും ആലത്തൂരിനകത്തും നെന്മാറയ്ക്കകത്തുമുള്ള നെല്ലുകൾ കൃത്യമായി എടുത്ത് പൈസ കർഷകന്റെ പോക്കറ്റിലേക്ക് കൊടുത്തോ ഇല്ലോ? ഞങ്ങൾ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ ഞങ്ങളുടെ പണം ഡയറക്റ്റ് ഈ കർഷകന്റെ അക്കൗണ്ടിലേക്ക് കൊടുത്തപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കാരിന് ഒരു ദിവസം ഒരു നിമിഷം സാർ, ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം എത്ര? ഒരു നിമിഷം നോക്കൂ, 30 കർഷകർ ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറിയത് ഈ കിസാൻ സമ്മാൻ നിധി കൊണ്ടാണോ? ചോദിക്കട്ടെ സാർ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആ കർഷക സമരം നടക്കുന്നതിന്റെ ശരിയും തെറ്റുകളും ശരികേടുകളും രാഷ്ട്രീയവും സൂത്രവും കൃത്യമായി എന്നേക്കാൾ കൂടുതൽ അറിയുന്ന ആളാണ് ഈ കാര്യത്തിൽ ബഹുമാനായ ശ്രീ അരുൺകുമാർ. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ആ രാഷ്ട്രീയം എന്താണെന്നും അതിന്റെ പിന്നിലുള്ള പൊളിറ്റിക്സ് ആരൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. അത് കർഷകന്റെ രോധനമല്ല സർ, അത് കർഷകന്റെ തിണ്ടമെടുക്കാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ളത്. ആത്മഹത്യകളല്ല ഞാൻ പറഞ്ഞത്. ആത്മഹത്യകളിൽ ആത്മഹത്യ ചെയ്ത കർഷകർക്ക് വേണ്ടി ശംഭു അതിർത്തിയിൽ ഇപ്പോഴും തമ്പടിച്ചിരിക്കുന്ന ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ നരേന്ദ്രമോദി സർക്കാർ മുട്ടുമടക്കിയത് ഈ കർഷകർക്ക് മുന്നിൽ മാത്രമല്ലേ സാർ? നരേന്ദ്രമോദി സർക്കാർ മുട്ടുമടക്കിയത് ഈ കർഷകർക്ക് മുന്നിലല്ലേ? 3 ബില്ലുകൾ എടുത്തുകൊണ്ട് പോകേണ്ടി വന്നില്ലേ സാർ? സർക്കാർ ഒന്നും മുട്ടുമടക്കിയിട്ടില്ല സാർ. 3 ബില്ല് പോയില്ലേ? 3 ബില്ല് ഇല്ല സാർ. ഒരു മിനിറ്റ്, മുട്ടുമടക്കിയിട്ടില്ലല്ലോ. 3 ബില്ല് ഞാൻ ചോദിക്കട്ടെ, എന്തിനാ പിൻവലിച്ചു? പിൻവലിച്ചു. ബഹുമാനായ അരുൺകുമാർ ജി, നിങ്ങൾ ചോദിച്ചു, ഒരു സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് പ്രതിഷേധങ്ങളും മറ്റുള്ള കാര്യങ്ങളും നടക്കുമ്പോ അങ്ങ് എന്താണ് പറയുന്നത്? ആ ബില്ല് ഇനി 3 തവണ, ഇനി 4 തവണ, ഇനി 6 തവണയായിക്കോട്ടെന്ന്. അത് ഒരു സർക്കാർ ചെയ്തത് ശരിയല്ല എന്ന് അങ്ങേക്ക് അഭിപ്രായമുണ്ട്? അല്ല, എപ്പോഴാ പിൻവലിച്ചത്? 700 കർഷകരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നു ആ 3 ബില്ലുകൾ പിൻവലിക്കാൻ. ഒരു കാര്യം ചോദിച്ചോട്ടെ,
നിങ്ങൾ ഈ കർഷകന്റെ സ്നേഹം കാണിക്കുന്ന സമയത്ത് അരുൺകുമാർ ഈ കേരളത്തിലെ കർഷകന്റെ വിഷമം കാണുന്നില്ലെന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്നോട് ചോദിക്കുന്നത് രണ്ട്, ഇവരോടൊരു കാര്യം ചോദിക്കട്ടെ. ബഹുമാനായിട്ടുള്ള പ്രസേനൻ MLA വളരെ നല്ല മനുഷ്യൻ, അദ്ദേഹത്തോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞ കേന്ദ്ര വിഹിതം താങ്ങുവിലയിൽ കേന്ദ്ര സർക്കാർ 90% കൊടുക്കുന്ന പൈസ, ആ പൈസയുടെ കേന്ദ്ര സർക്കാർ കൂട്ടിയ പണം നിങ്ങൾ എന്തിനാണ് കുറച്ചത് സാർ? കർഷകനോട് എന്തിനാണ് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ എന്തോ നെല്ലിന്റെ പണം കൊടുത്തു എന്ന്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 5 വർഷക്കാലമായി നെല്ലിന്റെ പണം ഈ കേരളത്തിന് അർഹതപ്പെട്ട് തരാത്ത കണക്ക് ഇന്നലെ മന്ത്രി പരസ്യമായി ഇവിടെ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ എല്ലാ പത്രത്തിലും ഇന്ന് വന്നു. 1216 കോടി റുപ്യ ഈ BJP ഗവൺമെന്റിനെതിരെ ഇങ്ങനെ പരസ്യമായി ഒരു മന്ത്രി പറയൂ? ഒരു കേന്ദ്ര ഗവൺമെന്റിനെതിരായ കണക്കാണ്. സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് ആണ്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിൽ അച്ചടിച്ചു വന്ന കണക്കാണ്. 2019-20 188 കോടി റുപ്യ കേന്ദ്ര സർക്കാർ നമ്മുടെ നെല്ലളന്നു കൊണ്ടുപോയി അരിയാക്കി മനുഷ്യർക്ക് റേഷൻ കടയിലൂടെ അരി കൊടുത്ത് ആ വിറ്റ് എല്ലാം കഴിഞ്ഞ് കണക്ക് കൊടുത്തിട്ടും തരാത്ത പണമാണ്. 2022-23 351.22 കോടി ഉൾപ്പെടെ 1200-ലധികം കോടി രൂപ എല്ലാ കണക്കുമുണ്ട്. പൈസ തരാതിരിക്കുക